ഹലോ! ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കുട്ടി കുട്ടി വളകളാണ് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ മോളുടെ വളയാണ്, പഴയ വളയാണ്. അപ്പോൾ ഇത് ഞാൻ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ചുറ്റി വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളകൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് ത്രെഡാണ്. ത്രെഡ് ആകെ കെട്ടുകൊണ്ടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡ്രീം ക്യാച്ചറിൽ ചെയ്യും പോലെ വെബ് അതിൻ്റേതായ രീതിക്ക് ചെയ്യാതെ കുറച്ച് റാൻഡമായിട്ടാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ത്രെഡ് മാത്രമല്ല 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു യെല്ലോ കളർ ത്രെഡും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എല്ലാ ഡ്രീം ക്യാച്ചറിനും ഫെദേഴ്സ് വെച്ച് കൊടുക്കുമല്ലോ, അത് വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതുപോലെ കുറച്ചധികം വളകളിൽ ത്രെഡ് ചുറ്റി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഫെദേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്ക് പറ്റിയ കുറച്ച് കളർ ത്രെഡല്ല ഫെദർ വെച്ചിട്ട് എടുത്തിട്ട് ഇതിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ചധികം വളകൾ ഈ ഒരു സെയിം കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള വളകളിലെല്ലാം നമ്മുടെ കയ്യിലുള്ള ത്രെഡിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഫെദേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴും ഡ്രീം ക്യാച്ചർ ചെയ്യുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ കമ്പിലാണ് നമ്മൾ ഈ ഡ്രീം ക്യാച്ചേഴ്സ് ഹാങ് ചെയ്തിടാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മുടെ ത്രെഡ് കുറേ നാളായി എൻ്റെ കയ്യിലുള്ളതാണ്, അതൊന്നിനും യൂസ് ചെയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ ഈ വളകൾ, അതുപോലെ ഫെദേഴ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട് വെറുതെ വെച്ചതാണ്. അപ്പോൾ അതും ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ വരുന്നത്, നമുക്ക് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ കമ്പിൽ ഇതിൻ്റെ നമ്മൾ ആദ്യം ചെയ്ത ഇതുണ്ടല്ലോ വെബ്, അത് നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം ചെയ്തെടുക്കുക, ഇങ്ങനെ തന്നെ ഇല്ല വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കമ്പ് ഫുള്ളായിട്ട് നമ്മൾ ആദ്യത്തെ ആ കളറ് ഡ്രീം ക്യാച്ചർ കെട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളത് ഗ്ലൂ വെച്ചിട്ടൊന്ന് സെക്യൂർ ആക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യണം, നമ്മൾ ത്രെഡ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തത് നമ്മൾ ഹാങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലേക്കായിട്ട് നമ്മൾ രണ്ടാമത്തെ കളർ ഡ്രീം ക്യാച്ചേഴ്സ് ഹാങ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തതും. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് അത്രയുള്ള നമ്മളെ വർക്ക് ശരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള ത്രെഡൊക്കെ, അതിൻ്റെ മുകളിൽ ബാലൻസ് ഇല്ലാത്ത ത്രെഡൊക്കെ നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റിക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാൻ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് ശരിക്കും ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ വേണമെന്നവർക്ക് പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഹാങ് ചെയ്ത സമയത്ത് നമ്മൾ അടുത്തടുത്തായിട്ടാണല്ലോ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വർക്ക്. ശരിക്കും ഇത് നമ്മൾ ഒരുപാട് വളകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.